റിസൾട്ട് പോസിറ്റീവ് തന്നെ കേട്ടോ. ഞാനൊരു അമ്മേനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എന്ത് പണിയെ കാണിച്ച ചിത്തേട്ടാ? അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടത്? എന്തായാലും അവരിത് അറിയണ്ടല്ലേ. ഇവിടെ അതെ, നീ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതൊക്കെ ദൈവം തരുന്നതല്ലേ ജിത്തുട്ടാ. ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ല. നമ്മളിതിനെ കുറിച്ചൊക്കെ മുന്നേ സംസാരിച്ചതല്ലേ. കുഞ്ഞു വേണ്ടാന്നല്ലല്ലോ എനിക്കും. എന്റെ കോഴ്സ്, കരിയർ, ഈ സമയത്ത് എങ്ങനെയാ അതൊക്കെ? ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെ? പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. ആ ഒരു ജീവനാണത്, അത് കളയുന്ന ആരെയും ആലോചിക്കണ്ട. കുഞ്ഞുണ്ടാവുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നതൊക്കെ സർവ്വസാധാരണയാണ്. കരിയറും കുഞ്ഞും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന എത്ര പേരുണ്ട് ഇവിടെ. ഒരു കുടുംബം തരുന്ന സുഖവും സന്തോഷമാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സക്സസ്. അതിനൊക്കെ മനസ്സിലായിക്കോളും. സ്വപ്നങ്ങളൊക്കെ മാറുക ഇഷ്യൂ. അളിയ, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ ഇവന്മാരൊക്കെ ലൈഫ് ലോങ് പൂട്ടിയിടാവുന്നല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഹരിയുടെ വൈഫിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. മോഡലിംഗ്, ആങ്കറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു. ഇപ്പൊ അവൾക്ക് ഹരിയും കുട്ടിയും കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ അവനൊന്ന് വിളിച്ച് കാണിച്ചു തരാം. മാറ്റാനും മറക്കാനുള്ള ഒന്നും അല്ല സ്വപ്നങ്ങൾ. കരിയറും കുഞ്ഞൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനേ എനിക്കറിയാം. പക്ഷെ കൂടെ നിന്ന് പറ്റിക്കുന്നവരൊപ്പം എങ്ങനെ ജീവിക്കണം എന്നാണ് എനിക്കറിയാത്തത്.